സിംഹാസനങ്ങൾ അലങ്കരിക്കുന്നവർ വിനയാന്വിതർ ആയിരിക്കണം. എന്നുവെച്ചാൽ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന നേതാക്കന്മാർ പ്രതിപക്ഷ ബഹുമാനം കൊടുക്കുന്നവരായിരിക്കണം. ഒരു ദിവസം ചക്രവർത്തി രാജഗുരുവിനോട് ചോദിച്ചു, ഒരു മഹാനായ ഭരണാധികാരിക്ക് മരണശേഷം എന്താണ് സംഭവിക്കുക? ഗുരു ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അറിയില്ല. പുച്ഛത്തോടെ രാജാവ് ചോദിച്ചു, ഇതൊന്നും അറിയാതെ താങ്കൾ എങ്ങനെയാണ് ഒരു ഗുരുവായത്? അപ്പോൾ രാജഗുരു പറഞ്ഞു, ഞാൻ മരിച്ച ഗുരുവല്ല, ജീവിച്ചിരിക്കുന്ന ഗുരുവാണ്. അധികാരം ആസ്വദിച്ചു തുടങ്ങിയാൽ പിന്നെ പദവികൾ നൽകുന്ന അനുഭവങ്ങളിലൂടെ മാത്രമായിരിക്കും എൻ്റെ യാത്ര. ലഭിച്ച പദവിയിലൂടെ താൻ വ്യത്യസ്തനായെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പിന്നീട്. മുൻപിലുള്ള പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഉള്ള ജനതകളെയോ നോക്കി എനിക്കിരിക്കുവാൻ സാധ്യമല്ല. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാവർക്കും ഒരുപോലെയാണെന്ന് തിരിച്ചറിവില്ലാത്ത ഭരണാധികാരികൾ പ്രജകളുടെ അവകാശങ്ങൾക്ക് മുകളിൽ തങ്ങളുടെ അതിമോഹങ്ങളുടെ കൊടിനാട്ടും. ഒപ്പം അടിച്ചമർത്തലും സ്വന്തം ജീവിതാവസ്ഥയെ ഏറ്റവും വിനയാന്വിതമായി അഭിമുഖീകരിക്കുന്നവരാണ് സിംഹാസനങ്ങൾ അലങ്കരിക്കേണ്ടത്. തനിക്കൊപ്പം ചേർത്ത് നിർത്തേണ്ട, തനിക്കൊപ്പം ഇരുത്തേണ്ട, ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ടവരെ പുറങ്കാലിൽ തട്ടി മാറ്റുന്നവരാരും വിനയാന്വിതർ അല്ല എന്ന് നമുക്ക് ഓർക്കണം. ഇതാ ഗെത്സമന തോട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രതിപക്ഷ ബഹുമാനം നമുക്കൊന്ന് കാണാം. ഗെത്സമന തോട്ടത്തിൽ ശിഷ്യന്മാർക്കൊപ്പം പ്രാർത്ഥിക്കുവാൻ കടന്നുപോയ കർത്താവായ യേശുക്രിസ്തുവിനെ പിടികൂടുവാൻ പട്ടാള സൈന്യം എത്തിയപ്പോൾ യേശുദാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരയുന്ന യേശു ഞാനാണ്. യേശുക്രിസ്തുവിനെ അവർ അറസ്റ്റ് ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ ശിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി. മൽക്കോസ് എന്ന ആ ദാസന്റെ ചെവി അറുത്തു കളഞ്ഞു. യേശു പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു, വാളുറയിലിടുക. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. നോക്കൂ, യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ, കൊന്നൊടുക്കുവാൻ തുടങ്ങുന്ന പട്ടാളത്തെ വാളൂരി വെട്ടുന്ന പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, വാള് നീ ഉറയിലിടുക. എൻ്റെ സന്ദേശം, എൻ്റെ ദൗത്യം വാളാൽ നടക്കേണ്ടതല്ല, ഒരു ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ആയിരിക്കണം. തൻ്റെ പ്രതിപക്ഷമായി നിൽക്കുന്ന ആ സൈന്യത്തെ അഭിമുഖീകരിക്കുന്ന രംഗം ഇതാണ് ദാസ്യ പ്രവൃത്തി എന്ന് പറയുന്നത്. ഒരാൾക്ക് മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം അയാൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ മരണത്തിലും മനുഷ്യനെ വ്യത്യസ്തനാക്കും. അതുകൊണ്ട് പ്രതിപക്ഷ ബഹുമാനത്തോടെ
പ്രതിപക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുൻപിലുള്ളവരെ ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും കൂടി ചേർത്ത് നിർത്തുവാൻ സഹായിക്കട്ടെ. നാളെ എന്താണ് ഈ സിംഹാസനങ്ങൾ അലങ്കരിക്കുന്നവരുടെ പദവിയെന്ന് നമുക്കറിയില്ല. നാം ചവിട്ടി പുറകോട്ട് തള്ളുന്നവരുടെ പദവി എവിടം വരെ ഉയരുമെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് പരസ്പരം ബഹുമാനത്തോടും സ്നേഹത്തോടും ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭരണാധികാരികൾ, ഭരണചക്രം നയിക്കുന്നവരെ കർത്താവ് അതിനായി സഹായിക്കുമാറാകട്ടെ. ആമേൻ.